യെസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ശ്രീനഗറിലെ ഒരു സ്ഥലമാട്ടാ. അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് ഫ്ലൈറ്റ് കയറി പോയി. അപ്പോൾ ഞാൻ ഒരു 4 ഫ്രണ്ട്സ് വേറെ ഉണ്ട്, അവരെ വെയിറ്റ് ചെയ്തിരിക്കട്ടാ. ഇന്ന് ഫുള്ള് ഒറ്റയ്ക്ക് ഇവിടെ ഒരു ദിവസം ശ്രീനഗർ വെറുതെ ഇരുന്നപ്പോൾ അവിടേക്ക് വെറുതെ ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. ശ്രീനഗറിലെ ഏതൊക്കെ കറക്റ്റ് സ്ഥലമാണ് ഒരു ചായക്കല്ലുണ്ട്, ഒരു ചായയും ഒരു ബ്രെഡുണ്ട്. ഹിന്ദിയും ഇതൊന്നും അറിയാത്ത കാരണം കുറെ പേര് എന്തൊക്കെയോ ഒന്ന് ചോദിക്കേണ്ടി. അപ്പോൾ ഹിന്ദി ഒന്നും അറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ പോവാന്ന ലൈമാട്ടാണ്. അതായത് ഒന്നും അറിയാണ്ട് കാശ്മീരോട് നടക്കാൻ പറയുമ്പേ നല്ല ലൈമാ. കാരണം ഹിന്ദി അറിയില്ല. അത് കാരണം ആരോടും അധികം സംസാരിക്കുന്നു വേണ്ട, സുഖമായിട്ട് ഇങ്ങനെ നടക്കുക. ഇപ്പം നാളെ രാവിലെ, നാളെ ഉച്ചയ്ക്കാണ് എൻ്റെ ഫ്രണ്ട്സ് എന്താ. അതുവരെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണം റൂമിൽ. അത് ഒറ്റയ്ക്ക് എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്നു വന്നിട്ട് തുടങ്ങി. 2 കിലോമീറ്റർ ഒക്കെ നടന്നുണ്ടോ. അങ്ങനെ ചാകരാട്ടി വേറെ ഉള്ളേരിയയിലെ റൂം കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് വന്നതാ. ഇനി തിരിച്ചു പോകാനുള്ള വഴി നോക്കി നടന്നു പോകണം. സ്ഥലത്ത് തന്നെ നൈറ്റിലേക്ക് ചിലപ്പോൾ ഇവിടെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അപ്പോൾ ബ്രെഡും ഇതൊക്കെ വാങ്ങിയിട്ട് ഒരാളോട് ചോദിക്കാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലാവില്ല. ഞാൻ 2 പേരോട് വെറുതെ. പക്ഷെ അവര് കറക്റ്റ് അവർ പറഞ്ഞത് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. അവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് അറിഞ്ഞവരുണ്ടാവട്ടാ. ഞാൻ ചോദിക്കണൊക്കെ ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ പോകണം. ഞാൻ വരേണ്ട വരെ വെയിറ്റ് ചെയ്യണം നാളെ വരെ. നാളെ വരണവർക്കും ഹിന്ദിയും ഇതൊന്നും അറിയില്ല. അത് കാരണം 5 പേരുള്ള കാരണം കുഴപ്പമില്ല. സെറ്റായിട്ട് അങ്ങനെ പോകാൻ വഴിക്ക് വഴികൾ തെറ്റായിട്ടിരിക്കാൻ ഓരോ വളവ് വരുമ്പോൾ അവിടുത്തെ ഫോട്ടോസ് ഫോണിലെടുത്ത് വെച്ചേക്കാം. എങ്ങാനും തെറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് തെരഞ്ഞെടുത്ത് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, ഈ സൈഡ് ഇങ്ങനെ കയറി പോയിട്ട് ഏതോ റൈറ്റ് ലെഫ്റ്റേക്ക് ഉണ്ട്, നടന്നു നോക്കണം. ഫോട്ടോ എടുത്ത് വെച്ചാൽ ആ ഒരു സ്ഥലത്തില്ല. ഏകദേശം റൂമെത്തി. ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അതറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തി. അതാണ് നമ്മൾ ശരിക്കും ശ്രീനഗറിലുള്ള ഒരു വില്ലേജ് പോലത്തെ ഒരു സെറ്റപ്പാട്ടാ. അപ്പോൾ കാണാം.